നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തകരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഡിക്റ്റേറ്റീവ്, ഭ്രാന്തനായിട്ടുള്ള ഒരു ഡിക്റ്റേറ്റീവ്. അങ്ങേര് ആരെ നോക്കിയാലും അവരുടെ ഉള്ളിൽ എത്രത്തോളം പേഴ്സണാലിറ്റികൾ ഉണ്ടോ അതെല്ലാം അങ്ങേർക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് നല്ലതായിട്ടും ചീത്തയായിട്ടും രണ്ട് പേഴ്സണാലിറ്റികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിക്റ്റേറ്റീവ് നോക്കുകയാണെങ്കിൽ അവരെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടും രണ്ടായിട്ട് കാണാൻ പറ്റും. ആ ഡിക്റ്റേറ്റീവിന്റെ കയ്യിലേക്ക് 1.5 വർഷമായിട്ടും ചുരുളഴിയാത്തൊരു കേസ് എത്തിപ്പെടുകയാണ്. അങ്ങനെ ആ കേസിന് പിന്നാലെ നടക്കുന്ന ഡിക്റ്റേറ്റീവിന് ആ കേസ് തെളിയിക്കാൻ പറ്റിയോ എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തകരമായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനും ഒരു പ്രത്യേക രസമാണ്. ഇതിലെ ഹീറോയെ കാണാനായിട്ട് വലിയ ലുക്കില്ലാന്ന് വിചാരിക്കുമെങ്കിലും സിനിമ കണ്ടു കുറച്ചും കഴിയുമ്പോൾ ഹീറോയെ നമുക്ക് പെരുത്ത് ഇഷ്ടാവും. അങ്ങനത്തെ ഒരു ഹീറോ. എന്നാൽ പിന്നെ നമുക്ക് 2007 റിലീസ് ചെയ്ത മാഡ് ഡിക്റ്റേറ്റീവ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അവിടേക്ക് ഒരു പുതിയ പോലീസുകാരൻ ജോലിക്ക് വരികയാണ്. അവന്റെ പേരാണ് ഷോൺ. അവൻ കയറുമ്പോൾ തന്നെ ഞാൻ പുതിയ ആളാന്ന് പറയും. അത് കേൾക്കുന്ന വേറൊരു പോലീസുകാരൻ അതൊക്കെ പറയാ ഇപ്പൊ സംസാരിക്കല്ലേ എന്ന് പറയും. അവരുടെ തൊട്ടു മുന്നിലായിട്ട് വേറൊരു പോലീസുകാരൻ, വെള്ള കുപ്പായിട്ടൊരു പോലീസുകാരൻ ഒരു പന്നിയെ കെട്ടി തൂക്കിയിട്ട് അതിലേക്ക് കത്തി കൊണ്ട് കുത്തുമായിരിക്കും. അതാണ് നമ്മുടെ ഹീറോ. ഹീറോയുടെ പേര് ബെൻ. കത്തിക്കുത്തെല്ലാം കഴിഞ്ഞ് പുതിയ പോലീസുകാരനായിട്ട് ഹീറോ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് നടക്കും. അവിടുന്ന് ഒരു പെട്ടി കാണിച്ചുകൊണ്ട് പറയും, ഞാൻ ഇതിനകത്ത് കയറി ഇരുന്ന നീ അപ്പം തന്നെ എന്നെ താഴോട്ട് ഉന്തി തള്ളിയിടണം. ഹീറോ പറഞ്ഞ പോലെ തന്നെ ഹീറോ കയറി ഇരിക്കുമ്പോൾ അവൻ ഹീറോയെ താഴോട്ട് തള്ളിയിടാൻ തുടങ്ങും. ഓരോ സ്റ്റെപ്പുകളായിട്ട് തള്ളിയിട്ട് ഏറ്റവും താഴെ എത്തുമ്പോൾ ഹീറോ സിബും തുറന്ന് തലയും പെരുത്തോട് പുറത്തേക്ക് വരും. ബാലൻസ് ഒന്നും കിട്ടുന്നില്ല. ഹീറോ ഇപ്പം ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ ഒരാൾ കൊന്ന് ഒരു പെട്ടിയിലാക്കിയിട്ട് വഴിയരികിൽ എവിടെയോ ഉപേക്ഷിച്ചു. ഇപ്പം അതിൻ്റെ കുറ്റാന്വേഷണമാണ് ഹീറോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടിയിൽ നിന്ന് പുറത്ത് വരുന്ന ഹീറോ ആദ്യം തന്നെ പറയുക ആ കൊല ചെയ്തത് ആ ഐസ്ക്രീം കടക്കാരനാണ്. അങ്ങനെ അയാളെ പിടിച്ചു. അയാൾ തന്നെയാണ് കൊല ചെയ്തിട്ടുള്ളത്. ഹീറോ ആ കേസ് തെളിയിച്ച അതേ ദിവസം തന്നെയാണ് ഹീറോയുടെ ബോസ് അവിടുന്ന് റിട്ടയർ ആവുന്നത്. എല്ലാവരും ബോസിന് നല്ല നല്ല ഗിഫ്റ്റ് കൊടുക്കും. എന്നാൽ ഹീറോ കൊടുക്കുന്നത് ഹീറോയുടെ ചെവിയായിരിക്കും. ഒരു കത്തിയെടുത്ത് ചെവി അറുത്തെടുക്കുമ്പോഴും മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് ബോസിന് നേർക്ക് വെച്ച് നീട്ടും. അവിടുന്ന് കട്ട് ചെയ്ത 2 പോലീസുകാർ കാറിൽ ഏതൊരു കള്ളനെ കാത്തിരിക്കുകയാവും. കുറേ സമയമായിട്ട് അവരവിടെ തന്നെ ഇരിപ്പാണ്. അന്നേരം പോലീസ് ചോയി മൂത്രമൊഴിക്കാനുണ്ടായിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും. അന്നേരം സീറ്റിൽ അയാളുടെ പേഴ്സ് വീണ് കിടക്കുന്നത് തൊട്ടടുത്തുള്ള പോലീസുകാരൻ കാണും. അയാളുടെ പേര് യാങ്. അയാൾ ആ പേഴ്സ് എടുത്ത് അതിൽ നിന്ന് $1000 എടുത്ത് പേഴ്സ് കാണാത്ത പോലെ അവിടെ മറച്ചു വെക്കും. മൂത്രമൊഴിക്കാൻ പോയ പോലീസുകാരൻ തിരിച്ചു വരുമ്പോൾ ആ പേഴ്സ് കാണാതെ തിരയായിരിക്കും. അന്നേരം ഈ പോലീസുകാരൻ തന്നെ, യാങ് പോലീസുകാരൻ തന്നെ അത് എടുത്തു കൊടുക്കുകയും ചെയ്യും. ചോയ് ആ പേഴ്സിൽ എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കുമ്പോൾ അതിൽ $1000 കുറവാണെന്ന് മനസ്സിലാവും. നീ ആ ഡോളർ എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാനൊന്നും എടുത്തില്ല, നീ എന്തിനാ എന്നെ പറയുന്നത്? ചോയ് പറയും ഞാനത് ബാങ്കിൽ നിന്ന് എടുത്ത കാശാണ്, അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആ കാശ് കാണാതായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നിനക്കെന്നെ സംശയമാണെങ്കിൽ നീ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് വിളിക്കുക, നമ്മുടെ ബാക്കിയുള്ളവർ വന്ന് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാമല്ലോ. അന്നേരമാണ് അവർ കാത്തിരുന്ന കള്ളൻ ഒരു വണ്ടിയിൽ വരുന്നത്. കള്ളൻ ഒരു ഇന്ത്യക്കാരനാണ്. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രെയിനേജിൻ്റെ അടപ്പ് മാറ്റിയിട്ട് അതിൽ നിന്ന് എന്തോന്ന് എടുക്കാനായിട്ട് ശ്രമിക്കും. പെട്ടെന്ന് തന്നെ പോലീസുകാർ എടാ നിക്കടാന്നും പറഞ്ഞ് അവൻ്റെ പിന്നാലെ ഓടുമ്പോൾ അവൻ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഓടിക്കയറും. 2 പോലീസുകാരും അവൻ്റെ പിന്നാലെ തന്നെ കാട്ടിലേക്ക് കയറെങ്കിലും ഇരുട്ടായതുകൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാലും ചോയ് അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ പിടിക്കും. എന്നാൽ അവൻ ചോയിയെയും തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് ഓടും. എന്നാൽ അവസാനം അവൻ എത്തിപ്പെടുന്നത് യാങ്ങിൻ്റെ മുന്നിലായിരിക്കും. അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ണ് ചൂണ്ടി നിൽക്കെങ്കിലും യാങ്ങിന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്ക് ആ കള്ളൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അവിടുന്ന് കട്ട് ചെയ്താ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 18 മാസമായി, 1.5 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ പത്രം വായിക്കായിരിക്കും ഒരു മാർക്കറ്റിൽ നിന്ന് ഹീറോ ഭാര്യയായിട്ട് ഇപ്പോൾ അവിടെ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് വന്നാണ്. അന്നേരമാണ് ഒരു പെൺകുട്ടി തൊട്ടടുത്തുനിന്ന് ഒരു ലിപ്സ്റ്റിക് എടുത്ത് കയ്യിൽ പിടിക്കുന്ന ഹീറോ കാണുക. എന്നാൽ ഹീറോ അവളുടെ പേഴ്സണാലിറ്റിയും കാണുന്നുണ്ടാവും. അവളുടെ പേഴ്സണാലിറ്റി അവളോട് പറയും നീ എന്തിനാണ് ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത്? ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ക്ലാസ്സിൽ ഇത് നിനക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. നീ അതുകൊണ്ട് ആരും കാണാതെ ഇത് നൈസായിട്ട് ചാമ്പാനുള്ള പരിപാടി നോക്കിക്കോ. അത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ അതവിടെ വെച്ച് പോടി, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് വാങ്ങി പോയാൽ മതി, അല്ലെങ്കിൽ നീ വാങ്ങണ്ട. അത് കേട്ട് അവൾ കരയാനുള്ള മട്ടിലെത്തും. ഹീറോ പറയും നീ കരയുന്നവളൊന്നും അല്ലാന്ന് എനിക്കറിയാം, അതവിടെ വെച്ച് പോകാനുള്ള പരിപാടി നോക്ക്. അപ്പോഴേക്ക് ഹീറോയുടെ ഭാര്യയും സാധനങ്ങളെല്ലാം വാങ്ങി കഴിഞ്ഞു. അവർ പുറത്ത് വരുമ്പോൾ ഭാര്യ ചോദിക്കും നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഒന്നും കാണാനുള്ള ശക്തിയില്ല, നിങ്ങളുടെ തോന്നലാണിതല്ല, നിങ്ങൾ എന്തിനാണ് അവളോട് വെറുതെ തർക്കിക്കാനായിട്ട് പോയത്? അതിന് ഹീറോ ഞാൻ അവളോട് വെറുതെ തർക്കിച്ചല്ല, അവൾ അവിടെ കിടക്കുന്ന സാധനം കട്ടെടുക്കാനായിട്ട് നോക്കി, അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അങ്ങനെ അവർ നടന്ന് റൂമിന് തൊട്ട് മുന്നിലെത്തുമ്പോൾ അവിടെ തന്നെ വേറൊരു പോലീസുകാരൻ കാത്തു നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഷോൺ. അവൻ 5 വർഷം മുന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചേർന്നത്. 5 വർഷം മുന്നേ തന്നെയാണ് ഹീറോ അവൻ്റെ ചെവി കട്ട് ചെയ്ത് അവൻ്റെ ബോസിനും കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഹീറോയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട്. കൂടാതെ ഹീറോയ്ക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ പിരിച്ചു വിട്ടതാണ്. അതുകൊണ്ട് ഹീറോ ഇപ്പോൾ കേസുകളൊന്നും അന്വേഷിക്കാനായിട്ട് പോകുന്നില്ല. ഷോൺ പറയും ബെൻ സാർ, ഞാൻ 5 വർഷം മുന്നേ നിങ്ങളുടെ കൂടെ 2 ദിവസം ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത്. എന്നാൽ ഇപ്പം എനിക്ക് നിങ്ങളുടെ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തിരികെ വന്നത്. എന്നാൽ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് കയറി വരും.
പിന്നാലെ തന്നെ അവനും ചെല്ലുമ്പോൾ ഹീറോ അവനോട് ഇരുന്നോളാൻ പറയും. അങ്ങനെ ഷോൺ എല്ലാം പറയാൻ തുടങ്ങും. 1.5 വർഷം മുന്നെയാണ് സർ ചോയിയും അങ്ങേരുടെ അസിസ്റ്റന്റ് യാങ്ങും കൂടെ ഒരു കള്ളനെ പിടിക്കാനായിട്ട് ഒരു കാട്ടിലേക്ക് ഓടിക്കയറിയത്. എന്നാൽ അന്ന് മുതൽ സർ ചോയിയെ ഇതുവരെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങേരുടെ തോക്കും കൂടെ തന്നെ മിസ്സിംഗ് ആണ്. എന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാവുന്നത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ നഗരത്തിൽ കുറച്ച് മോഷണങ്ങൾ നടക്കപ്പെട്ടു. അതിൽ 2 മോഷണം കൊലപാതകത്തിലാണ് കലാശിച്ചത്. 4 പേരാണ് ഷോട്ട് കൊണ്ട് മരിച്ചിട്ടുള്ളത്. എന്നാൽ പ്രശ്നം അതുമല്ല, അവിടുന്ന് കിട്ടിയ ബുള്ളറ്റുകളെല്ലാം കാണാതെ പോയ യാങ്ങിന്റെ ഗണ്ണിലുള്ള ബുള്ളറ്റുകളുമായിട്ട് സാമ്യമുണ്ടായിരുന്നു. അന്ന് കാട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടത് അങ്ങേരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള യാങ് എന്ന പോലീസുകാരൻ മാത്രമായിരുന്നു. അങ്ങേരുടെ മൊഴി എടുത്തിട്ടും കാര്യമായിട്ടൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ഈ കേസ് പലരും അന്വേഷിച്ചു, എന്നാൽ അവർക്കാർക്കും കണ്ടെത്താൻ പറ്റിയില്ല. അവസാനമാണ് അതെൻ്റെ കയ്യിലെത്തിയത്. ഞാനിപ്പോൾ തെളിവുകളൊന്നും കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അതിന് ഹീറോ, നീ ഇപ്പോൾ ഒരു പോലീസുകാരനാണ്, പക്ഷെ ഞാനൊരു പോലീസുകാരനല്ലല്ലോ എന്ന് പറയും. അന്നേരം ഷോൺ പറയും, കഴിഞ്ഞ വർഷം എൻ്റെ തോക്ക് കേടായി. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് പുതിയ ഗണ്ണായിട്ട് തന്നത് നിങ്ങൾ ഉപയോഗിച്ച ഗണ്ണായിരുന്നു. അത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം ഞാൻ നിങ്ങളെയാണ് എൻ്റെ കേസുകളിലെല്ലാം മാതൃകയായിട്ട് കാണുന്നത്. അത് കേൾക്കുന്ന ഹീറോക്ക് ചെറുതായിട്ട് ഇഷ്ടമാവും. ചെറുതായിട്ടൊന്ന് ചിരിക്കുകയും ചെയ്യും. ആ തോക്ക് വാങ്ങി നോക്കിയിട്ട് ചിരിക്കും. പെട്ടെന്നാണ് ഹീറോയുടെ ഭാര്യ ബഹളം ഉണ്ടാക്കിയിട്ട് വരിക. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇനി ഈ കേസിൻ്റെ വയ്യാലൊന്നും പോയിരുതെന്ന്. നിങ്ങളുടെ ജീവൻ തന്നെ അത് വലിയ അപകടമാണ്. എനിക്കറിയാം നിനക്കത് ഇഷ്ടമല്ല. പക്ഷെ എനിക്കിപ്പോൾ പോയേ പറ്റൂ. ഇതുപോലെ ജീവിക്കുന്നതിലും നല്ല മരിക്കുന്നതല്ലേ. എന്നാലും അവൾ വിടുന്നില്ല. അവൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ഹീറോ അപ്പം തന്നെ ഷോണിനോട് പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളാൻ പറയും. പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഷോൺ അവരുടെ 2 പേരുടെയും ഫോട്ടോ അവിടെ കാണുന്നുണ്ട്. ഹീറോയുടെയും ഭാര്യയുടെയും ഫോട്ടോ കാണുന്നുണ്ട്. എന്നിട്ട് ഹീറോയെ നോക്കുമ്പോൾ അവൻ കാണുന്നത് ഹീറോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതായിരിക്കും. അവനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങും. കുറച്ച് കഴിഞ്ഞ് ഹീറോ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ഷോണാണെങ്കിൽ ഹീറോക്ക് അവിടെ നടന്ന കൊലപാതകങ്ങളും മോഷണങ്ങളും കമ്പ്യൂട്ടറിൽ കാണിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അന്നേരം അവിടെ ഇരിക്കുന്ന ഒരു പോലീസുകാരൻ്റെ പേഴ്സണാലിറ്റി പറയുന്നത് ഹീറോ കേൾക്കും. ഈ ഭ്രാന്തനെയാണ് ഈ കേസ് അന്വേഷിക്കാനായിട്ട് കൊണ്ടുവന്നത്. കുറച്ച് കഴിഞ്ഞാൽ അയാൾ എല്ലാവർക്കും ഇട്ടൊരു പണി തരും. അന്നേരം എല്ലാവർക്കും മനസ്സിലാവും. ഹീറോ അത് ശ്രദ്ധിക്കില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ പേഴ്സണാലിറ്റി വീണ്ടും അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങും. ആ ഇരിക്കുന്ന പോലീസുകാരൻ്റെ ഉള്ളിൽ അയാൾ വിചാരിക്കുന്നതാണ് ഹീറോക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. ഹീറോ ദേഷ്യം വന്ന് എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയും, സാർ, നിങ്ങളുടെ കൂടെയൊക്കെ ജോലി ചെയ്യാന്ന് പറയുന്നത് വലിയ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും അത് ആഗ്രഹിക്കാറുണ്ട്. ഹീറോ അപ്പം തന്നെ തലകൊണ്ട് അവൻ്റെ മൂക്കാമണ്ടക്കിട്ട് ഒരു ഇടി കൊടുക്കും. ഇടിയും കൊണ്ട് താഴെ വീഴുമ്പോഴും അങ്ങേര് പറയുന്നുണ്ട്, ഈ ഭ്രാന്തനെ ആരെങ്കിലും ഒന്ന് പിടിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ അയാൾ ഇപ്പം എന്നെ കൊന്നുകളയും. അവിടുന്ന് കട്ട് ചെയ്ത ഹീറോ അന്ന് രക്ഷപ്പെട്ട പോലീസുകാരൻ യാങ്ങിൻ്റെ അങ്ങേര് മൊഴി പറയുന്നത് കേൾക്കായിരിക്കും TV-യിൽ. എന്നാൽ അങ്ങേരുടെ കണ്ണിലേക്ക് നോക്കുന്ന ഹീറോക്ക് അയാളിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. അന്ന് വൈകുന്നേരം തന്നെ കാറിൽ ഷോണിനെയും കൂട്ടിയിട്ട് അവർ ആ പോലീസുകാരനെ പിന്തുടരും. പിന്നാലെ തന്നെ ചെല്ലുമ്പോൾ ഹീറോക്ക് കാണാൻ പറ്റുന്നത് അയാളുടെ പിന്നാലെ തന്നെ 7 പേര് നടക്കുന്നതാണ്. ആ 7 പേരും യാങ് എന്ന ആ പോലീസുകാരൻ്റെ പേഴ്സണാലിറ്റികളാണ്. ഹീറോ കാറിൽ നിന്ന് ഇറങ്ങി അയാളുടെ പിന്നാലെ തന്നെ ചെല്ലും. ഹീറോ അപ്പോഴും കാണുന്നത് ആ 7 പേരെ തന്നെയാണ്. പെട്ടെന്ന് അവർ 7 പേരും ഹീറോയെ തിരിഞ്ഞു നോക്കും. ശരിക്കും തിരിഞ്ഞു നോക്കുന്നത് യാങ് മാത്രമാണ്. പക്ഷേ ഹീറോക്ക് തോന്നുന്നത് അവർ 7 പേര് 7 പേഴ്സണാലിറ്റികൾ തിരിഞ്ഞു നോക്കുന്ന പോലെയാണ്. ഹീറോ ഒന്നും അറിയാത്ത പോലെ അവരെയും പാസ് ചെയ്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കും. അന്നേരം യാങ് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലും. ഹീറോയും ഷോണും പിന്നാലെ തന്നെ കയറിയിട്ട് അവിടെ ഇരിക്കും. എന്നാൽ ഹീറോക്ക് കാണാൻ പറ്റുന്നത് യാങ്ങിൻ്റെ പേഴ്സണാലിറ്റിയിൽ പേടിയുള്ള പേഴ്സണാലിറ്റിയായ ഒരു തൊപ്പിക്കാരനെയാണ്. സംഗതി ഹീറോ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ പേടിക്കാൻ തുടങ്ങിയതാണ്. ഹീറോ ഷോണിനെ യാങ്ങിൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ ഷോൺ ചോദിക്കും, ഞങ്ങൾ കാണാതായ ചോയ് സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വന്നാണ്. അത് കേൾക്കുമ്പോൾ അയാൾ പേടിച്ച് വിറച്ച് വിയർക്കാൻ തുടങ്ങും. സംസാരിക്കാനൊന്നും പറ്റില്ല. അന്നേരം അവൻ്റെ മറ്റൊരു പേഴ്സണാലിറ്റിയായ ഒരു സ്ത്രീ, ഒരു പെണ്ണ് വന്ന് അവൻ്റെ കൈ വിറവ് പിടിച്ചു നിർത്തും. പിന്നെ അവൾ പറയുന്ന പോലെ ആയിരിക്കും യാങ് സംസാരിക്കുക. അവൻ ചോദിക്കും, ഈ കേസ് മറ്റൊരാളല്ല അന്വേഷിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ വന്നേ? അതൊക്കെ മാറി ഇപ്പം കേസ് എൻ്റെ കയ്യിലാണ് വന്നിരിക്കുന്നത്. അന്നേരം യാങ് പറയും, ഞങ്ങൾ 2 പേരും ആ കാട്ടിലേക്ക് ഓടി കയറി. പിന്നെ അവൻ എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. മിക്കവാറും അവൻ ആ കള്ളൻ്റെ പിന്നാലെ ചെന്നിട്ട് ആ കള്ളൻ അവനെ കൊന്നു കാണും. ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് വരാനും പറ്റിയില്ല. ഞാൻ പിറ്റേന്ന് രാവിലെയാണ് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് എനിക്ക് മൂത്രമൊഴിക്കാനുണ്ടെന്നും പറഞ്ഞ് യാങ് അവിടെ നിന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് ചെല്ലും. ഷോണും എഴുന്നേറ്റ് ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹീറോ എഴുന്നേറ്റ് യാങ്ങിൻ്റെ പിന്നാലെ ചെല്ലും. ഹീറോ പിന്നാലെ ചെല്ലുന്നതുകൊണ്ട് തന്നെ യാങ് പേടിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോക്ക് കാണാൻ പറ്റുന്നത് യാങ്ങിൻ്റെ ആ തൊപ്പിയിട്ട പേഴ്സണാലിറ്റിയാണ്. അവൻ പേടിച്ച് മൂത്രമൊഴിക്കുമ്പോൾ ഹീറോ അവൻ്റെ കാലിലേക്ക് മൂത്രമൊഴിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ പേഴ്സണാലിറ്റി മാറി ആ സ്ത്രീയാവും. അവളാണെങ്കിൽ കുറച്ച് അപകടകാരിയാണ്. അവൾ ഒരൊറ്റ അടിക്ക് ഹീറോയെ ചില്ലിനടിച്ച് ഹീറോയുടെ തല പൊട്ടിച്ച് കളയും. അതും കഴിഞ്ഞ് ഹീറോയുടെ തല ടോയ്ലറ്റിന് കൂട്ടിയിടിച്ച് അതും പൊട്ടിച്ച് കളയും. പെട്ടെന്ന് യാങ്ങിൻ്റെ പേഴ്സണാലിറ്റിയിലെ ഒരു ക്രൂരൻ വന്ന് ഹീറോയുടെ തലക്ക് ഗണ്ണ് വെക്കും. അപ്പോഴേക്ക് ഷോണ് വന്ന് ഗണ്ണ് ചൂണ്ടും. അത് കാണുന്ന ലേഡി പേഴ്സണാലിറ്റി ഷൂട്ട്
ചെയ്യാൻ സമ്മതിക്കില്ല. ബാക്കിയുള്ള പേഴ്സണാലിറ്റികളെല്ലാം വന്നിട്ട് ആ ക്രൂരനെ പിടിച്ച് വലിച്ചു കളയും. എന്നാലും അവന് ഷൂട്ട് ചെയ്തേ പറ്റൂ. അപ്പോഴേക്ക് ആ ലേഡി പേഴ്സണാലിറ്റി വന്ന് ആ ഗൺ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് യാങ്ങിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കും. ഇതെല്ലാം യാങ് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഹീറോക്ക് കാണുമ്പോൾ പല പേഴ്സണാലിറ്റികൾ ചെയ്യുന്ന പോലെ തോന്നുകയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്? ഈ കേസായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് യാങ് അവിടെ നിന്ന് ഇറങ്ങും. അന്നേരം താഴെ വീണ് കിടക്കുന്ന വെപ്പ് ചെവി എടുത്ത് അവൻ്റെ ചെവിയിലേക്ക് കണ്ണാടിയിൽ നോക്കി അവൻ വെച്ചു കൊടുക്കും. അന്നവൻ ചെവി മുറിച്ച് കളഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് ഒരു വെപ്പ് ചെവി വെച്ചിരുന്നു. അതാണിപ്പോൾ താഴെ വീണ് പോയിട്ടുള്ളത്. ഹീറോ അതെടുത്ത് ചെവിയിലേക്ക് തന്നെ വെച്ചു കൊടുക്കും. അങ്ങനെ വണ്ടിയിൽ വന്നിരിക്കുമ്പോൾ ഹീറോ പറയും, ഒറ്റത്തടിയിൽ 7 പേഴ്സണാലിറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആ പേഴ്സണാലിറ്റികളെല്ലാം ഡൊമിനേറ്റ് ചെയ്യുന്നത് ഒരു പെണ്ണാണ്. അവളാണെല്ലാം നിയന്ത്രിക്കുന്നത്. വേറെ ഒരുത്തനുള്ളത് അവനൊരു ക്രൂരനാണ്. അവൻ എന്തും ചെയ്യാൻ മടിയില്ല. പക്ഷെ അവൾ പറയുന്ന പോലെയുള്ളൂ അവനെല്ലാം ചെയ്യാൻ പറ്റൂ. മറ്റൊരുത്തൻ്റെ ഒരു തടിയൻ തൊപ്പിക്കാരനാണ്. അവനാണ് കൂട്ടത്തിലെ ബീരു. ആ ക്രൂരൻ എന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു അവനെ ഷൂട്ട് ചെയ്യരുത്, അവനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നേരമാണ് ഹീറോയുടെ മുന്നിൽ കൂടെ ബാങ്കിലേക്ക് ക്യാഷുമായിട്ട് 3 സെക്യൂരിറ്റികൾ പോകുന്നത്. ഹീറോ അപ്പം തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് കൈ കൊണ്ട് ടിഷ്യൂ ടിഷ്യൂ എന്ന് പറഞ്ഞ് അവരെ ഞെട്ടിക്കും. അവരും തിരിച്ച് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഷോൺ വന്ന് പറയും, ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ്, നിങ്ങളൊന്നും ചെയ്യരുത്. അപ്പോഴേക്ക് ഹീറോ അവിടെ നിന്ന് ഓടി വന്ന് കാറിൽ കയറും. ഷോണും പിന്നാലെ തന്നെ കയറും. ബെൻ സാർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹീറോ പറയും, നിങ്ങളെല്ലാവരും യുക്തിയാണ് ഉപയോഗിക്കുന്നത്. വികാരം ഉപയോഗിച്ചാണ് നമ്മൾ ഈ കേസ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ അവർ ചെല്ലുന്നത് ആ ക്ലബിലേക്കായിരിക്കും. ആ മോഷ്ടാവ് കൊലയാളി കയറിയ ആ ക്ലബിലേക്കായിരിക്കും. അവിടെയും ചെന്ന് ഹീറോ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിക്കുമ്പോൾ അവിടെയുള്ള വെയിറ്ററെ പിടിച്ച് അവൻ്റെ തലയിൽ ഗണ്ണ് വെക്കും, കൈവെക്കും. അവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അന്ന് ഇവിടെ വന്നവൻ ആരാന്ന് ഹീറോക്ക് കാണാൻ പറ്റും. അവൻ്റെ ഒരു ജോക്കറിൻ്റെ മുഖംമൂടി ധരിച്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഹീറോ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ കയറും. അവിടെയുള്ള സെയിൽസ് ഗേളിൻ്റെ തലയിൽ കൈവച്ച് ടപ്പേന്ന് പൊട്ടിക്കും. ശരിക്കും പൊട്ടുന്നൊന്നുമില്ല. പക്ഷെ അന്ന് എന്താ സംഭവിച്ചതെന്ന് ഹീറോക്ക് കാണാൻ പറ്റും. അവിടെ വന്നിട്ടുള്ളത് വേറൊരുത്തനാണ്. മറ്റൊരു മുഖംമൂടി ധരിച്ചവനാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് ഹീറോ ഒന്നും അറിയാത്ത പോലെ റോഡിൽ കൂടെ നടന്നു പോകും. ഷോൺ പിന്നാലെ വരുമ്പോൾ ഹീറോ പറയും, ഈ 3 മോഷണങ്ങളും നടത്തിയിട്ടുള്ളത് ഒരൊറ്റയാൾ തന്നെയാണ്. പക്ഷെ അവരുടെ 2 പേഴ്സണാലിറ്റിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിലൊരു പേഴ്സണാലിറ്റിക്ക് ആളുകളെ കൊല്ലണം എന്നൊന്നുമില്ല. ആ പേഴ്സണാലിറ്റിയാണ് ആ ക്ലബ്ബിൽ കയറി മോഷണം നടത്തിയത്. പക്ഷേ രണ്ടാമത്തെ പേഴ്സണാലിറ്റി അതിന് ദയൊന്നുമില്ല. അതാണ് ആ ബാങ്കിൽ പോകുന്നവരെയും ഷൂട്ട് ചെയ്ത് കൊന്നത്. പോരാത്തതിന് ആ സെയിൽസ് ഗേളിനെയും ഷൂട്ട് ചെയ്ത് കൊന്നത്. ഷോൺ ഇതെല്ലാം കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു സമാധാനമായി വരുന്നുണ്ട്. ഈ കേസിന് എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പ് കിട്ടുന്നുണ്ടല്ലോ. ഹീറോ പറയും, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങളാണ്. നമ്മൾ എന്തായാലും വിജയിക്കാൻ പോവുകയാണ് കേസ്. ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് നന്ദി എന്ന് വിളിച്ചു പറയുമ്പോൾ ഷോണും സന്തോഷമാവും. അന്ന് രാത്രി ഹീറോയും ഹീറോയുടെ ഭാര്യയും ഷോണും അവൻ്റെ കാമുകിയും കൂടെ ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് വരിക. ഹീറോ ഷോണിൻ്റെ കാമുകിയെ പരിചയപ്പെടും. അതുപോലെ തന്നെ ഹീറോയുടെ ഭാര്യയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം കാണുന്ന നേരത്ത് ഷോണിൻ്റെ കാമുകിക്ക് എന്തോ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ഹീറോ കടക്കാരനോട് പറയും, എല്ലാവർക്കും ബീഫാണ് വേണ്ടത്, പക്ഷെ എൻ്റെ ഭാര്യ ബീഫ് കഴിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അയാൾ പിന്നെന്താ എനിക്ക് അറിയാതിരിക്കുക എന്ന് ചോദിച്ച് അവർക്കൊരു ചിരിയും പാസ്സാക്കി അങ്ങേര് അകത്തേക്ക് പോകും. അന്നേരമാണ് ഹീറോ ഷോണിൻ്റെ സൂപ്പർ ബൈക്ക് ആണ്. ഹീറോക്ക് അത് ഓട്ടണം എന്ന് പറയുമ്പോൾ ഭാര്യ സമ്മതിക്കില്ല. നിങ്ങളെ ലൈസൻസിൻ്റെ കാലാവധി എല്ലാം കഴിഞ്ഞാണ്, എന്നാൽ ഞാൻ അവൻ്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞ് ഹീറോ ഷോണിൻ്റെ കൂടെ വണ്ടിയിൽ കയറി ദൂരേക്ക് പോകും. അന്നേരം ഷോണിൻ്റെ കാമുകി അവിടെ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്. അന്നേരം ഹീറോയുടെ ഭാര്യ അവിടെ ഉണ്ടാവില്ല. അവൾ കടക്കാരനോട് ചോദിക്കും, നിങ്ങൾക്ക് ബെന്നിന് എത്ര കാലമായിട്ട് അറിയാം? 7 വർഷമായിട്ട് പരിചയമുണ്ട്. അന്നെല്ലാം അവൻ്റെ ഭാര്യയായിട്ടാണ് വരാറ്. പിന്നെ കൂടെ ഭാര്യ ഇല്ലാതെയായി. പക്ഷെ അവനിവിടെ വന്ന് സംസാരിക്കുന്നത് കൂടെ ഭാര്യ ഉള്ളതുപോലെ ആയിരിക്കും. ഞാനാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. ഇനി അഥവാ അവളെങ്ങാനും മരിച്ചുപോയി കാണുമോ എന്നാണ് എൻ്റെ സംശയം. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, അവന് ചെറുതായിട്ട് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ചോദിക്കാറില്ല. അന്നേരമാണ് നമുക്കും മനസ്സിലാവുക ഹീറോയുടെ കൂടെ ഹീറോയുടെ ഭാര്യയില്ല, എല്ലാം അവൻ്റെ തോന്നലാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഹീറോ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഹീറോയുടെ ഭാര്യ ചോദിക്കും, നിങ്ങൾ വണ്ടി ഓടിക്കില്ല എന്നല്ലേ പറഞ്ഞ്? അപ്പോഴേക്ക് ഹീറോ അവളെ എടുത്ത് വണ്ടിയിലിട്ട് അവിടുന്ന് പോകും. അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അത് ഷോണും ഷോണിൻ്റെ കാമുകിയും കൂടെ അത് അത്ഭുതത്തിൽ അങ്ങനെ നോക്കി നിൽക്കും. കുറച്ച് കഴിഞ്ഞ് ഹീറോ തിരികെ വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പോഴും ഹീറോ കൂടെ ഭാര്യ ഉള്ളതുപോലെ ആയിരിക്കും സംസാരിക്കുക. അവൾക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം വരെ എടുത്തു കൊടുക്കും. പിറ്റേന്ന് രാവിലെ 2 പേരും കൂടെ ആ പോലീസുകാരൻ യാങ്ങിനെ കാണാതായ കാട്ടിൽ വന്ന് അവൻ്റെ ബോഡി തിരയായിരിക്കും. നമ്മുടെ ആൾ പറയും, അവൻ്റെ ബോഡി ഇവിടെ തന്നെയുണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്കത് കണ്ടുപിടിക്കണം. അതിന് ഷോൺ പറയും, അന്ന് പോലീസുകാരെല്ലാവരും ഇവിടെ കഷ്ടപ്പെട്ട് തിരഞ്ഞാണ്, എന്നാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർ തിരഞ്ഞതിന് പുറമെ ഞാൻ ഇവിടെ വന്ന് 2 ആഴ്ചയോളം തിരഞ്ഞു, എന്നാൽ എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്താണ് ചെയ്യാന്ന് വരെ ഞാൻ ചിന്തിച്ച് നോക്കി, എന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഹീറോ പറയും, ഞാനായിരുന്നെങ്കിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ മൂടി കിടന്നു നോക്കും. എന്നിട്ട് ഒരു കുഴി ഉണ്ടാക്കി അതിൽ കിടക്കുമ്പോൾ ഷോൺ പറയും, ഞാൻ കിടന്നു നോക്കാം. അതിന് ഹീറോ, നീ കിടന്നാൽ ഞാൻ കിടക്കുന്ന പോലെ ആവില്ലല്ലോ. എന്നാലും അവൻ സമ്മതിക്കുന്നില്ല. ഹീറോക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഹീറോ മാറിക്കൊടുക്കും. അവൻ അതിൽ കിടക്കും. ഹീറോ മണ്ണെല്ലാം എടുത്തിട്ട് അവനെ മൂടിക്കളയും. അന്നേരമാണ് ദൂരെ ആരോ എന്തോ തിരയുന്ന ഹീറോ കാണുക. ഹീറോക്ക് മനസ്സിലാവും അന്ന് രക്ഷപ്പെട്ടു പോയ പോലീസുകാരൻ യാങ് ആണ് അവിടെ എന്തോ തിരയുന്നത്.
കയ്യിലുള്ള തോക്ക് കാണിച്ച് നിങ്ങൾ ഇതാണോ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഓടി ഹീറോയുടെ അടുത്തെത്തും. നിങ്ങളാരാ? നീക്ക് എന്നെ അറിയോ? ഞാൻ കുറേ കാലമായി ഈ കാട്ടിൽ പെട്ട് കിടക്കുകയാണ്. എനിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലാവുന്നില്ല. അതിന് ഹീറോ, നിങ്ങളുടെ പേര് യാങ്. നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ഒരു പോലീസുകാരനും കൂടെ 1.5 വർഷം മുന്നേ ഇവിടേക്ക് ഒരു കള്ളനെ പിടിക്കാനായിട്ട് വന്നായിരുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള പോലീസുകാരനെ കൊന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഞാൻ ചോയിയെ കൊന്നോ? ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ല. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. ഹീറോക്ക് ഇതെല്ലാം തോന്നുന്നതാണ്. ഹീറോക്ക് ഉണ്ടാവുന്ന വിഷ്വലുകളാണ് ഇതെല്ലാം. ശരിക്കും അങ്ങനെ ഒരാൾ ഹീറോയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നേ ഇല്ല. അപ്പോഴേക്ക് മണ്ണിൻ്റെ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ഷോൺ മണ്ണ് ഇളക്കി മറിച്ച് പുറത്ത് വന്ന് നോക്കുമ്പോൾ ഹീറോയെ കാണുന്നില്ല. ബെൻസാർ നിങ്ങൾ എവിടെയെന്ന് വിളിച്ചു നോക്കിയെങ്കിലും ഹീറോനെ അവിടെ എവിടെയും കാണാൻ പറ്റുന്നില്ല. അന്നേരം ഹീറോ എങ്ങോട്ടോ കാറിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് ഷോൺ ഹീറോയുടെ വീട്ടിൽ വന്ന് വാതിൽ മുട്ടുമ്പോൾ വാതിലാരും തുറക്കുന്നില്ല. അന്നേരം അവിടെ നിൽക്കുന്ന അമ്മച്ചി പറയും, മോനെ ആ വാതിലൊന്നും മുട്ടി തുറക്കല്ലേ, അതിനുള്ളിലൊരു ഭ്രാന്തനുണ്ട്, അതെങ്ങാൻ പുറത്തിറങ്ങിയാൽ സമാധാനം കിട്ടൂല. അതുകൊണ്ട് തന്നെ ഷോൺ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങി ബിൽഡിങ്ങിൻ്റെ പിന്നിൽ കൂടെ വലിഞ്ഞു കയറിയിട്ട് ഹീറോയുടെ ജനൽ വഴി അകത്തേക്ക് കയറും. അവിടെ ഒരു റൂമിൽ മൊത്തം കേസുകളെ കുറിച്ച് മാത്രമായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് ഹീറോയുടെ ഭാര്യ വന്ന് അവനെ ഗണ്ണ് കാണിച്ച് പേടിപ്പിച്ച് മതിലിന് പറ്റിച്ച് അവൻ്റെ കൈ ലോക്ക് ചെയ്ത് കളയും. അന്നേരം അവൻ ചോദിക്കും, നിങ്ങളാണോ ബെൻസാറിൻ്റെ ഭാര്യ? അതെ, ഞാനാണ് ബെന്നിൻ്റെ ഭാര്യ. നീ ആരാ? ഞാൻ പോലീസാണ്. എന്നാൽ നിന്റെ ID കാർഡും ഗണ്ണും എവിടെ? ഷോൺ പറയും, അത് രണ്ടും ബെൻസാറിൻ്റെ കയ്യിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു കേസ് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഇവിടെ ഉണ്ടാവുമോ എന്നറിയാനായിട്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു. എന്നാൽ ആരും വാതിൽ തുറന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീ കൂടെ കയറിയത്. അതിന് ഭാര്യ പറയും, നീ അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവനാണോ? നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ, നിനക്ക് ഭ്രാന്താവണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്തുനിന്ന് പൊക്കോ. അയാൾ നിന്നോട് മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നോ? പോരാത്തതിന് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നോ? അവൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ബെൻസാർ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൾ പറയും, അയാൾക്ക് ഭ്രാന്താണ്, നീ വിചാരിക്കുന്ന പോലെയല്ല. അയാളുടെ ഭ്രാന്ത് കൂടി വന്നപ്പോൾ ഞാൻ തന്നെയാണ് അയാൾ ഇട്ടേച്ച് ഇവിടുന്ന് പോയത്. ഇപ്പം 6 മാസമായിട്ട് അയാൾ ഡോക്ടറെ കാണിക്കുന്നില്ല എന്ന് ഞാൻ കേട്ടു. അപ്പോൾ ജീവനോട് ഉണ്ടോയെന്നറിയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഹീറോ കഴിക്കാത്ത മരുന്നുകളെല്ലാം അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതെല്ലാം കേട്ട് തരിച്ചു നിൽക്കുന്ന ഷോൺ വിചാരിക്കും, ഈ ഭ്രാന്തൻ്റെ കൂടെ തന്നെ തുടരണോ, അല്ലെങ്കിൽ ഞാൻ തന്നെ കേസ് ഒറ്റയ്ക്ക് അന്വേഷിച്ചാൽ മതിയോ? അതേസമയത്ത് ഹീറോ യാങ് ഭക്ഷണം കഴിച്ചിരുന്ന അവരാദ്യം തന്നെ യാങ്ങിനെ പിന്തുടർന്ന് വന്നപ്പോൾ അവൻ കയറി ഭക്ഷണം കഴിച്ചിരുന്ന ഹോട്ടലിൽ അവനിരുന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് ഹീറോ ഇരിക്കുന്നത്. വെയിറ്റർ പെണ്ണ് വന്ന് ചോദിക്കുമ്പോൾ അന്ന് യാങ് എന്താണോ ഓർഡർ ചെയ്ത് അത് തന്നെയായിരിക്കും ഹീറോയും ഓർഡർ ചെയ്യുക. അങ്ങനെ അവൾ സാധനങ്ങളെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ഹീറോ ഇരുന്ന് അതെല്ലാം കഴിച്ച് തീർക്കും. എന്നിട്ട് വീണ്ടും അതേ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അത് കാണുന്ന വെയിറ്റർ പെണ്ണിനും എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. എന്നാൽ അതും കഴിച്ച് കഴിയുമ്പോൾ ഹീറോ വീണ്ടും 2 തവണ കൂടെ അതേ സാധനങ്ങൾ വാങ്ങി കഴിക്കും. അവസാനം ഛർദ്ദിക്കാൻ വരുമ്പോഴായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. അന്നേരമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ ഇന്ത്യക്കാർ താഴേന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാണുക. ഹീറോ അത് ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി യാങ് ജോലി ചെയ്യുന്ന അന്ന് രക്ഷപ്പെട്ട പോലീസുകാരൻ ജോലി ചെയ്യുന്ന ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലും. ഷോണിൻ്റെ ID കാർഡും അവൻ്റെ ഗണ്ണും വെച്ചിട്ടാണ് ഹീറോ കയറി ചെല്ലുക. അവിടെ നിന്ന് പറയും, ഞാൻ റീജിയണൽ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഷോണാണ്. എനിക്ക് ഇവിടെ നിന്ന് യാങ്ങിനെ ഒന്ന് കാണണം. അവർ ഫോൺ വിളിച്ച് നോക്കെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ എവിടാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഹീറോ ചോദിക്കും, നിങ്ങൾ എല്ലാ ഗണ്ണുകളും എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് നോക്കി വെക്കാറുണ്ടോ? അവരതേന്ന് പറയെങ്കിലും ഹീറോ ആ ഗണ്ണിൻ്റെ വെൽപ്പ് തുറക്കാൻ നോക്കുമ്പോൾ അതാണ് തുറക്കുന്നില്ല, ലോക്ക് ചെയ്ത് വെച്ചാണ്. വേറൊരു പോലീസുകാരൻ അതിൻ്റെ ലോക്ക് എടുത്ത് വരുമ്പോഴേക്ക് ഹീറോ അത് കുത്തിപ്പൊളിച്ച് തുറന്നു. അതിൽ നോക്കുമ്പോൾ ഗണ്ണുണ്ടാവില്ല, മൊത്തം പൈസകൾ മാത്രമായിരിക്കും. ഹീറോ ചോദിക്കും, അവൻ ഇപ്പോഴും ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാനുള്ള പരിപാടി തന്നെയാണോ നോക്കുന്നത്? വേറെ പരിപാടിയൊന്നുമില്ലേ? എന്നിട്ട് അവൻ്റെ ലോക്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിയാണ്, ലോക്കർ എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്ത് വെക്കുന്നതാണല്ലോ. ഹീറോ അത് കുത്തി തുറന്ന് നോക്കുമ്പോൾ അതിൽ നരേഷ് ശർമ്മ എന്ന ഒരു ഇന്ത്യക്കാരൻ്റെ ഫോട്ടോ കിട്ടും. അവൻ്റെ ഒരു കള്ളനാണ്. ഈ കള്ളനെ പിടിക്കാനാണ് യാങ്ങും കാണാതായി പോയ ചോയി എന്ന പോലീസുകാരനും കൂടെ കാട്ടിലേക്ക് പോയിരുന്നത്. ഹീറോ ആ കള്ളൻ്റെ ഫോട്ടോ എടുത്ത് പോക്കറ്റിലിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു സൈഡിലായിട്ട് യാങ് ഒളിച്ച് നിൽക്കുന്നത് കാണാം. ഹീറോ കാണാതെ ഒളിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങുന്ന ഹീറോ ചെല്ലുന്നത് ചോയി എന്ന ആ പോലീസുകാരനെ കാണാതായ ആ കാട്ടിലേക്കാണ്. അവിടെ നിന്ന് വേറെ ഒരു കുഴിയെടുത്ത് ഹീറോ അതിലേക്ക് ഇറങ്ങിക്കിടക്കും. ഒരു തുണിയിലായിരുന്നു മണ്ണുകളെല്ലാം വാരി ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തുണി വലിച്ചു കളയുമ്പോൾ ആ മണ്ണെല്ലാം ഹീറോയുടെ മേലേക്ക് വീഴും. അന്നേരം ഹീറോക്ക് അന്ന് കാട്ടിൽ എന്താ സംഭവിച്ചതെന്ന് കാണാൻ പറ്റും. യാങ്ങും ചോയിയും കൂടെ കള്ളനെ അന്വേഷിച്ച് ഉൾക്കാട്ടിലെത്തുമ്പോൾ യാങ്ങിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഗണ്ണ് മിസ്സാവും. ചോയി പറയും, ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് പറയണം. ഇല്ലെങ്കിൽ ആ കള്ളൻ ആ ഗണ്ണ് വെച്ച് എന്തെങ്കിലും കാണിച്ചാൽ അതിൻ്റെ പ്രശ്നം മൊത്തം നമ്മുടെ പേരിലായിരിക്കും വരിക. അതിന് യാങ്, നിങ്ങൾ ഒരിക്കലും വിളിച്ച് പറയരുത്. വിളിച്ച് പറഞ്ഞ് എനിക്ക് അടുത്ത ആഴ്ച ഒരു പ്രൊമോഷൻ കിട്ടാനുള്ളതാണ്, അതില്ലാതാവും. അന്നേരം അവൻ്റെ ഭയമുള്ള പേഴ്സണാലിറ്റിയായ ആ തൊപ്പിക്കാരനാണ് സംസാരിക്കുന്നത്. ചോയിയാണെങ്കിൽ സമ്മതിക്കില്ല. അവൻ എല്ലാവരുടെയും സുരക്ഷയാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ യാങ്ങിൻ്റെ പേഴ്സണാലിറ്റി ആ ക്രൂരനായി മാറും. അവൻ താഴെ കിടന്നിരുന്നൊരു കമ്പി എടുത്ത് ചോയിയുടെ തല കടിച്ചടിച്ച് കൊന്നുകളയും. എന്നിട്ട് ചോയിയുടെ ഗണ്ണും എടുത്ത് ആ കള്ളനെ അന്വേഷിച്ചിറങ്ങും. എന്നാൽ അവസാനം അവൻ ആ കാട്ടി വെച്ച് തന്നെ കള്ളനെ കാണും. കള്ളനും അവനും നേർക്ക് നേരെ ഗണ്ണും വെച്ച് നോക്കി നിൽക്കും. അന്നേരമാണ് മനസ്സിലാവുക കള്ളൻ്റെ കയ്യിലാണ് യാങ്ങിൻ്റെ ഗണ്ണുള്ളത്. അവൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടപ്പോൾ കള്ളൻ അത്
എടുത്ത് പോവുകയാണ് ചെയ്തത്. എന്നാൽ യാങ്ങിന് അവനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ മറ്റൊരു പേഴ്സണാലിറ്റിയായ ആ സ്ത്രീ വന്ന് ഷൂട്ട് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും. അവിടെ നിന്ന് അവൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി വന്ന് കമ്പ്യൂട്ടർ തുറന്ന് ചോയുടെ ഗണ്ണിൻ്റെ സീരിയൽ നമ്പർ അവൻ്റെ പേരിലേക്കും അവൻ്റെ ഗണ്ണിൻ്റെ സീരിയൽ നമ്പർ ചോയുടെ പേരിലേക്കും ചേഞ്ച് ചെയ്യും. ഇനി ആ കള്ളൻ ആ ഗണ്ണ് വെച്ച് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും അതെല്ലാം മരിച്ചുപോയ ചോയുടെ പേരിലേക്കായിരിക്കും വരിക. എന്നാലും യാങ്ങിൻ്റെ മനസ്സിലുള്ളത് ആ കള്ളനായ ഇന്ത്യക്കാരനെ എങ്ങനെയെങ്കിലും പിടിച്ച് കൊന്ന് അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ഗണ്ണ് തിരിച്ചു പിടിക്കാനാണ്. ഇതെല്ലാം ഹീറോ വിഷ്വലായിട്ട് കാണുകയാണ്. അവൻ്റെ മനസ്സിൽ ഇതെല്ലാം വന്ന് പോവുകയാണ്. കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. യാങ്ങിൻ്റെ പേഴ്സണാലിറ്റികളെല്ലാം കൂടെ ഒരു ചെറിയ പയ്യനെ പിടിച്ചിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഹീറോ ഞെട്ടി എഴുന്നേൽക്കും. എന്നാലും ഹീറോക്ക് മനസ്സിലായിട്ടില്ല ആ പയ്യൻ ആരാണെന്നുള്ള കാര്യം. അതേ സമയത്ത് യാങ് ഏതോ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറി വന്ന് അവിടെ ഇന്ത്യക്കാരൻ കള്ളൻ താമസിച്ച പോലെ പല പല തെളിവുകളും ഉണ്ടാക്കി വെക്കും. കൂടെ തന്നെ ചോയി എന്ന ആ പോലീസുകാരൻ്റെ ID കാർഡും അവിടെ ഇട്ട് വെക്കും. എന്നിട്ട് അവൻ്റെ പേഴ്സണാലിറ്റിയായ ആ സ്ത്രീ കോൾ ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അനോണിമസ് ആയിട്ട് കോൾ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഹാങ്ടു റോഡിലെ അപ്പാർട്ട്മെന്റിന്റെ 3ാമത്തെ നിലയിൽ നിന്നും ഒരു ഇന്ത്യക്കാരൻ പോലീസുകാരുടെ പിസ്റ്റളുമായിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു. അപ്പോഴേക്ക് ആ സ്പോട്ടിലേക്ക് ഷോണും അവൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരും എത്തും. അവർ മേലെ കയറി നോക്കുമ്പോൾ 3ാമത്തെ നിലയിൽ കയറി നോക്കുമ്പോൾ അവിടെ മൊത്തം പുസ്തകങ്ങൾ ചെതറി കിടക്കുകയാണ്. പോരാത്തതിന് തെളിവൊന്നും കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് അവിടെ മുളക് പൊടിയും വിതറി വെച്ചിട്ടുണ്ട്. അന്നേരമാണ് ഷോണിന് ചോയ് സാറിൻ്റെ ID കാർഡ് താഴേന്ന് കിട്ടുക. അവനത് എടുത്തു നോക്കുമ്പോൾ അവൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മുഖം മൂടി വെച്ച ഒരാളെ കാണും. കുറുക്കൻ്റെ മുഖം മൂടി വെച്ചിരിക്കുന്ന ഒരാൾ. ഷോണെ കാണുമ്പോൾ തന്നെ അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഷോണും പിന്നാലെ തന്നെ അയാളെ പിടിക്കാനായിട്ട് ഓടും. അയാളെ ഷൂട്ട് ചെയ്യാനും പറ്റില്ല, അയാളെ പിടിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ഷോൺ അയാളെ പിടിക്കാനായിട്ട് അയാളുടെ തൊട്ടടുത്തെത്തുമെങ്കിലും പെട്ടെന്നൊരു വണ്ടി വന്ന് അവരിടിച്ച് തെറിപ്പിക്കും. ബോധം പോകാൻ കിടക്കുന്ന ഷോണിൻ്റെ അടുത്തേക്ക് ആ മുഖം മൂടി വെച്ചവൻ വന്നിട്ട് നിന്റെ ഗണ്ണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഷോണിൻ്റെ കീശയിൽ പോക്കറ്റിൽ ആ ഗണ്ണ് കാണുന്നില്ല. അതെനിക്ക് മിസ്സായി, എൻ്റെ ഗണ്ണ് എനിക്ക് മിസ്സായെന്ന് പറയുമ്പോൾ ആ മുഖംമൂടി വെച്ചവൻ ഷോണിനെ പിടിച്ച് 4-5 എണ്ണം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഹീറോ ഷോണിനെ ഫോണിൽ വിളിക്കുക. ഹീറോ പറയും ചോയിയെ കൊന്നിരിക്കുന്ന യാങ് ആണ്. ചോയിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്കാണ് ഇപ്പം യാങ്ങിൻ്റെ കൈവശമുള്ളത്. യാങ്ങിൻ്റെ കയ്യിലുള്ള തോക്ക് അന്ന് ആ കാട്ടിൽ നിന്ന് മിസ്സായപ്പോൾ ആ ഇന്ത്യക്കാരൻ്റെ കയ്യിലായി. ആ കള്ളൻ ഇന്ത്യക്കാരൻ്റെ കയ്യിലായി. ആ തോക്ക് തിരിച്ചു പിടിക്കാനാണ് അവനിപ്പോൾ ഇന്ത്യക്കാരൻ കള്ളൻ്റെ പിന്നാലെ നടക്കുന്നത്. ഷോൺ ചോദിക്കും നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഹീറോ സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഷോൺ നിൽക്കുന്ന അതേ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹീറോ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ ഹീറോയുടെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഹീറോ കാണുന്നത് മുന്നിൽ കൂടെ ഒരു ചെറിയ കൊച്ചു ഓടി വരുന്നതാണ്, ഒരു ചെറിയ പയ്യൻ ഓടി വരുന്നതാണ്. ഹീറോ പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ച് കുറച്ച് മുന്നോട്ട് ഓടിച്ചു പോകും. അവിടെ നിർത്തി പിന്നിലേക്ക് നോക്കുമ്പോൾ ആ പയ്യൻ പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട്. ഹീറോ ഷോണിനോട് ചോദിക്കും നീ എവിടെയുള്ളത്? ഷോൺ പറയും ഞാനല്ലേ നിങ്ങളുടെ തൊട്ട് പിന്നിൽ തന്നെ ഉള്ളത്. ഹീറോ നോക്കുമ്പോഴാണ് മനസ്സിലാവുക ആ ചെറിയ പയ്യനായിട്ട് കണ്ടത് ഷോണിനെയാണ്. ഹീറോ ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഷോണിൻ്റെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. ഒരു കൊച്ചു പയ്യനായിട്ടാണ് ഹീറോക്ക് കാണാൻ പറ്റുക. അവൻ പറയും നിങ്ങൾ എൻ്റെ തോക്കും ബാഡ്ജും തിരിച്ചതാ, നിങ്ങൾ കാരണം ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത്. ഹീറോ പറയും നമ്മളിപ്പോൾ കേസ് തെളിയിച്ചു, നമ്മൾ വിജയത്തിൻ്റെ വക്കിലാണുള്ളത്. ഷോണാണെങ്കിൽ അപ്പോഴും വിശ്വസിക്കില്ല. അവനൊരു കൊച്ചു പയ്യനെ പോലെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഹീറോ വീണ്ടും പറയും നീ എന്നെ വിശ്വസിക്കുക, നമ്മൾ കേസ് തെളിയിച്ചു. അപ്പോഴാണ് ഹീറോയുടെ ഓർമ്മയിലുണ്ടായിരുന്ന ഭാര്യ ഹീറോയെ പിന്നീന്ന് വിളിക്കുക. നിങ്ങൾ എന്തിനാ ആ പയ്യനെ വെറുതെ പേടിപ്പിക്കുന്നത്? അവൻ്റെ തോക്കും പേടിച്ചും കൊടുത്ത് തിരിച്ചു പോര്. നീ എന്തിനാ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടപെടുന്നത്? നീ വണ്ടിയിൽ കയറിയിരിക്കുക, ഞാൻ അങ്ങോട്ട് വരാം. അന്നേരം ഷോൺ പറയും നിങ്ങളുടെ ഭാര്യ അവിടെയൊന്നുമില്ല, നിങ്ങളുടെ തോന്നലാണ്, നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്താണ്. ഹീറോ വീണ്ടും ഭാര്യയോട് സംസാരിക്കാൻ തിരിയുമ്പോൾ ഷോൺ ഓടി വന്ന് അവൻ്റെ ഗണ്ണെടുക്കാൻ നോക്കും. എന്നാൽ ഹീറോ അവനെ അടിച്ചിട്ട് വണ്ടിയിൽ കയറി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു പോകും. എന്നാൽ പോകുന്ന വഴിക്ക് ഹീറോയുടെ ഭാര്യ, ഓർമ്മയിലുണ്ടായിരുന്ന ഭാര്യ, വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടും. എന്നാലും ഹീറോ വണ്ടി അവിടെ നിർത്തില്ല, അവിടെ നിന്ന് ഓടിച്ചു പോകും. അതേ സമയത്ത് ഹീറോയുടെ ഒറിജിനൽ ഭാര്യ ഹീറോ ഇന്നും ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലേക്ക് വന്ന് അവിടെയുള്ള മുതലാളിയോട് ചോദിക്കും എൻ്റെ കെട്ടിയവനെ കണ്ടിരുന്നു? കടക്കാരൻ പറയും അവൻ ഇന്നലെ വരെ ഇവിടെ വന്നിരുന്നു, ഇനി ഇന്നും വരാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ഹീറോ അങ്ങോട്ട് വന്ന് കടക്കാരനോട് ചോദിക്കും നിങ്ങൾ എൻ്റെ ഭാര്യയെ കണ്ടിരുന്നോ? കടക്കാരൻ ഹീറോയെ ഭാര്യയുടെ തൊട്ട് മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ ഹീറോക്ക് കാണാൻ പറ്റുന്നത് അവളുടെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതെൻ്റെ ഭാര്യയല്ല എന്ന് ഹീറോ വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഹീറോയുടെ ഓർമ്മയിലുണ്ടായിരുന്ന ഭാര്യ ഹീറോയും കൂട്ടിയിട്ട് വണ്ടിയിൽ പോയി കയറും. എന്നാൽ ഒറിജിനൽ ഭാര്യ അങ്ങോട്ട് വന്ന് ഹീറോയോടൊപ്പം തന്നെ കാറിൽ കയറിയിരിക്കുമ്പോൾ ഹീറോ പിന്നിലുള്ള ഭാര്യയോട് ചോദിക്കും അല്ല ഇതാരാ? അവൾ പറയും അവളോടൊന്നും സംസാരിക്കേണ്ട, അവൾ ദുഷ്ടയാണ്, അവളെ വണ്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടി നോക്ക്. എന്നാൽ ഭാര്യ സമ്മതിക്കുന്നില്ല, അവൾ ഇറങ്ങി പോകുന്നില്ല. അവളൊരു പത്രത്തിൻ്റെ കട്ടിങ് കാണിച്ചു കൊടുത്ത് ഹീറോയോട് ചോദിക്കും ഇതിൽ ആരാണ് കൊലയാളി എന്നൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഹീറോ നോക്കിക്കൊണ്ട് പറയും അത് മരുമോൻ തന്നെയാണ്. ആരുടെ മരുമോൻ, എന്തിൻ്റെ മരുമോൻ എന്നൊന്നും ഹീറോ പറയുന്നില്ല. അവൾക്ക് കൊലയാളിയെ കിട്ടി, അവൾ നന്ദിയും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതേസമയത്ത് വീട്ടിലെത്തുന്ന ഷോണ് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു കൊടുക്കും, കാമുകിയോട് പറഞ്ഞു കൊടുക്കും. കൂടെ തന്നെ ഹീറോയുടെ കയ്യിലാണ് തൻ്റെ ID കാർഡും ഗണ്ണും ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പറയാണ്, അല്ലെങ്കിൽ അയാൾ അതും വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ പേരിലായിരിക്കും വരിക എന്ന് പറയും. അതിന് കാമുകി നിങ്ങൾ ഒരിക്കലും പോലീസിനെ വിളിച്ച് പറയരുത്, നിങ്ങൾക്ക് അടുത്ത ആഴ്ച പ്രൊമോഷൻ കിട്ടാനുള്ളതാണ്, ഈ ഒരു കാരണം കൊണ്ട് അതില്ലാതായി പോയരുത്. എന്നാൽ പിന്നെ നിന്റെ ഗണ്ണ് തായോന്നും പറഞ്ഞ് അവളുടെ ഗണ്ണ് വാങ്ങിയിട്ട് ഷോൺ അവിടെ നിന്ന് ഇറങ്ങും. അവൻ നേരെ
ചെല്ലുന്നത് രക്ഷപ്പെട്ട പോലീസുകാരൻ യാങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അവൻ അവിടെ ചെന്ന് ആദ്യം ഹീറോ വന്ന് അവിടെ എങ്ങനെയാണോ സംസാരിച്ച് അതുപോലെ തന്നെ ആയിരിക്കും അവനും സംസാരിക്കുന്നത്. എൻ്റെ പേര് ഷോൺ, ഞാൻ റീജിയണൽ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരികയാണ്, എനിക്ക് യാങ്ങിനെ കാണണം. അത് കേൾക്കുന്ന ഒരു പോലീസുകാരൻ പറയും, അപ്പോൾ ഒരേ പേരിൽ ഇതിപ്പോൾ എത്ര പേരാണുള്ളത്? നേരത്തെ തലക്കും കെട്ടി വന്ന ഒരുത്തനും ഇതേ കാര്യമല്ല പറഞ്ഞേ. എന്നാൽ അവിടെ തന്നെ യാങ്ങും നിൽക്കുന്നുണ്ട്. അവൻ ചോദിക്കും, നിങ്ങളെല്ലാവരും എന്തിനാണ് എന്നെ സംശയിക്കുന്നത്? ഞാനല്ല ഒരിക്കലും അവനെ കൊന്നേ, ചോയ്യെ കൊന്നത് ഞാനല്ല. പോലീസിൽ ചേർന്ന മുതൽ എനിക്ക് അവനെ അറിയാം, അവൻ എങ്ങനെയാ മരിച്ചതെന്ന് എനിക്കും കണ്ടെത്തണം, അതിനുവേണ്ടിയാണ് ഞാനും നടക്കുന്നത്. ഷോൺ ചോദിക്കും, എന്നാൽ പിന്നെ നിങ്ങളുടെ ഗണ്ണൊന്നും എനിക്ക് കാണണം. യാങ് അതിനെ സമ്മതിക്കില്ല. ഷോൺ ദേഷ്യം വന്ന് അവൻ അടിച്ച് താഴെയിട്ട് അവൻ്റെ കൈ രണ്ടും ലോക്ക് ചെയ്ത് ഗണ്ണ് കയ്യിൽ വാങ്ങും. അവിടെ നിൽക്കുന്ന പോലീസുകാരനോട് പറയും, ആ ലിസ്റ്റ് നോക്കിയിട്ട് ഈ ഗണ്ണ് ആരുടേതാണെന്ന് എനിക്കറിയണം. അവർ ലിസ്റ്റ് നോക്കുമ്പോൾ ഈ ഗണ്ണാണെങ്കിൽ യാങ്ങിൻ്റെ ഗണ്ണ് തന്നെയാണ്. ഷോണിനാണെങ്കിൽ വിശ്വാസമാവില്ല. ശരിക്കും യാങ് അന്ന് രാത്രി തന്നെ ആ ഗണ്ണുകളുടെ സീരിയൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കി വെച്ചിരുന്നല്ലോ. അത് കാണുന്ന ഷോണിനാകെ ടെൻഷനാവും. ഹീറോ എന്തോ ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയാമെന്ന് വിചാരിക്കും. യാങ് പറയും, ആ ഇന്ത്യക്കാരൻ്റെ കയ്യിൽ തന്നെയാണ് നീ തിരഞ്ഞ് നടക്കുന്ന തോക്കുള്ളത്. അവനാണ് ഇതുവരെയുള്ള എല്ലാ ക്രൈമും ചെയ്തിരിക്കുന്നത്. അന്നേരമാണ് യാങ്ങിൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചു പറയുക, ആ ഇന്ത്യക്കാരൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അവൻ ഷോണിനോട് പറയും, ആ ഇന്ത്യക്കാരൻ കള്ളൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയിട്ട് അവൻ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറിൽ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ യാങ് ചോദിക്കും, ആ ഭ്രാന്തൻ വേറെ എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞേ? ഷോൺ പറയും, അയാൾ നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു, അയാളുടേതായ ഒരു കുറ്റാന്വേഷണ രീതിയാണ് അയാൾക്കുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയില്ല. അയാൾ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ 7 പേഴ്സണാലിറ്റികൾ ഉണ്ടെന്നാണ്. അപ്പം നിൻ്റെ ഉള്ളിലോ എന്ന് ചോദിക്കുമ്പോൾ ഷോൺ പറയും, അയാൾ ഇന്നലെ രാത്രി പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു പയ്യനുണ്ടെന്നാണ്. എന്നാൽ അവരുടെ കാറിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ അവരെയും ഫോളോ ചെയ്തുകൊണ്ട് ഹീറോ വരുന്നുണ്ട്. ഹീറോ ആ കാറിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആ കൊച്ചു പയ്യനും കൂടെ തന്നെ 7 പേഴ്സണാലിറ്റികളും പോകുന്നതാണ്. ഹീറോ മണ്ണിൽ കിടന്നപ്പോഴും കണ്ടത് ആ 7 പേഴ്സണാലിറ്റികൾ ചേർന്ന് ആ കൊച്ചു പയ്യനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹീറോക്ക് ഉറപ്പാണ് ഷോണിനെ അവൻ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന്. യാങ് ഷോണിനെ കൊല്ലുമെന്ന് ഹീറോക്ക് ഉറപ്പാണ്. അപ്പോഴേക്ക് അവർ ആ ഇന്ത്യക്കാരനുള്ള അപ്പാർട്ട്മെൻറ്റിലെത്തി. അവർ രണ്ടുപേരും അതിൻ്റെ മേലേക്ക് കയറുമ്പോൾ ഹീറോ ഫോണിൽ ഷോണിന് മെസ്സേജ് അയക്കും. അവൻ ആ ഇന്ത്യക്കാരനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ തോക്ക് തിരിച്ചെടുത്ത് അവൻ ഇന്ത്യക്കാരനെയും കൊല്ലും, നിന്നെയും കൊല്ലും. എന്നാൽ ആ മെസ്സേജ് ഷോണ് കാര്യമാക്കില്ല. അത് യാങ്ങിനും കാണിച്ചു കൊടുക്കും. അത് കണ്ട് യാങ് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് അവർ മേലെ എത്തും. തൊട്ട് മുന്നിൽ തന്നെ ഇന്ത്യക്കാരനായിരിക്കും. ഒരൊറ്റ ഷോട്ട് കൊടുക്കുമ്പോൾ അവൻ അപ്പോഴേക്ക് അവിടെ നിന്ന് എസ്കേപ്പായി എവിടെയോ ഒളിച്ചു നിൽക്കും. ആ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ മൊത്തം കണ്ണാടികൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അത്ര പെട്ടെന്നൊന്നും ഇന്ത്യക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അന്നേരം ഇന്ത്യക്കാരൻ ഏതോ ഒരു മൂലയിൽ കിടക്കുന്നുണ്ട്. ആ കണ്ണാടിയിൽ തന്നെ അവൻ്റെ പേഴ്സണാലിറ്റിയും കാണാൻ പറ്റും. ഒരു ചെറിയ പയ്യൻ പേടിച്ച് എന്തോ പ്രാർത്ഥിക്കുന്നത് കാണാം. എന്നാൽ അവിടെ എത്തുന്ന ഹീറോ ഷോണിനെ കോൾ ചെയ്ത് പറയും, നീ അവൻ്റെ കൂടെ ഒരിക്കലും നിൽക്കരുത്, അവൻ ആ തോക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ നിന്നെയും കൊല്ലും, ഉറപ്പാണ്. എന്നാൽ ഷോൺ ആ കോള് കട്ട് ചെയ്ത് അപ്പം തന്നെ തിരിച്ച് ഹീറോയെ വിളിക്കും. ഹീറോയുടെ ഫോൺ റിങ് ആകുമ്പോഴേക്ക് ആ ഡയറക്ഷൻ നോക്കിയിട്ട് യാങ് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുമെങ്കിലും അത് കണ്ണാടിക്കായിരിക്കും കൊള്ളുക. ആ ഗ്യാപ്പിൽ ഇന്ത്യക്കാരൻ യാങ്ങിനെ ഷൂട്ട് ചെയ്ത് അവിടെ നോടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൻ എത്തിപ്പെടുന്നത് യാങ്ങിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ്. യാങ് അവന് നേരെ ഗണ്ണ് ചൂണ്ടും, അവൻ തിരിച്ചും ചൂണ്ടും. പെട്ടെന്ന് ഹീറോ വന്ന് യാങ്ങിൻ്റെ നേരെ ഗണ്ണ് വെക്കും. എന്നാൽ ഷോൺ ഹീറോയുടെ നേരെയും ഗണ്ണ് വെക്കും. ഇപ്പോൾ ആരെ ഷൂട്ട് ചെയ്താലും എല്ലാവർക്കും മരിക്കാമെന്നുള്ളൊരവസ്ഥയിലാണ്. താഴെ പൊട്ടിക്കിടക്കുന്ന കണ്ണാടിയിലൂടെ എല്ലാവരുടെയും പേഴ്സണാലിറ്റി ഹീറോക്ക് കാണാൻ പറ്റും. ഹീറോ ഷോണിനോട് പറയും, അവൻ്റെ കയ്യിലുള്ള ഗണ്ണ് അവൻ്റെയല്ല, അത് ചോയുടെ ഗണ്ണാണ്. അതിന് ഷോൺ പറയും, അത് അവൻ്റെ ഗണ്ണ് തന്നെയാണ്. ഞാൻ സ്റ്റേഷനിൽ പോയി സീരിയൽ നമ്പർ നോക്കി, അവൻ്റെ കയ്യിലുള്ള ഗണ്ണ് അവൻ്റെ പേരിൽ തന്നെയാണ് നിൽക്കുന്നത്. ഹീറോ പറയും, നീ ഒന്ന് മനസ്സിലാക്ക്, അവൻ അതെല്ലാം മാറ്റിയതാണ്. ആ കാട്ടിലെ ഓടിപ്പോയ ചോയ് സാറിനെ കൊന്നത് അവനാണ്. പെട്ടെന്ന് ഇന്ത്യക്കാരന് പറയും, അയാളാണ് ആ സാറിനെ കൊന്നത്, ഞാൻ കണ്ടതാണ്. അപ്പോഴേക്ക് യാങ് ഇന്ത്യക്കാരനെ ഷൂട്ട് ചെയ്യും. ഹീറോ യാങ്ങിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്ക് ഷോൺ ഹീറോയെ ഷൂട്ട് ചെയ്തു. 2, 3, 4 ഷൂട്ട് കൊള്ളുമ്പോഴേക്ക് ഹീറോ താഴെ വീണു. അങ്ങനെ ഹീറോ മരിച്ചു. യാങ് ആണെങ്കിൽ ഇന്ത്യക്കാരൻ്റെ കൈ ലോക്ക് ചെയ്തിട്ട് അവൻ്റെ കയ്യിലുള്ള തോക്ക് തിരികെ വാങ്ങി അവൻ്റെ തലക്കിട്ടൊരൊറ്റ പൊട്ടിക്കലായിരിക്കും. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഷോണിന് ഇട്ടൊന്ന് പൊട്ടിക്കും. അന്നേരമാണ് ഷോണിന് മനസ്സിലാവുക, യഥാർത്ഥ കൊലയാളി അവൻ തന്നെയാണ്, യാങ് തന്നെയാണ് യഥാർത്ഥ കുറ്റവാളി. ഇനിയിപ്പോൾ എന്തൊക്കെ വിചാരിച്ചിട്ടും കാര്യമല്ല, മരിച്ചേ പറ്റൂ. പെട്ടെന്നാണ് ഹീറോ യാങ്ങിനെ ഷൂട്ട് ചെയ്യുക. ഹീറോ ശരിക്കും മരിച്ചിട്ടില്ല. ഹീറോ ഒരൊറ്റ ഷോട്ട് കൊടുക്കുമ്പോഴേക്ക് യാങ് ബാക്കിയുള്ള ബുള്ളറ്റുകളെല്ലാം ഹീറോയുടെ നേരെ വെടിവെക്കും. എന്നാൽ ഹീറോ കൊന്നാലും ചാവാത്തവനെ പോലെ മെല്ലെ മെല്ലെ എഴുന്നേറ്റ് വേച്ച് അവൻ്റെ അടുത്തേക്ക് നടക്കും. അവൻ വീണ്ടും ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ ബുള്ളറ്റില്ല, ബുള്ളറ്റ് തീർന്നുപോയി. എന്നാൽ ഹീറോയുടെ ഗണ്ണിൽ വള്ളം നിറച്ചും ബുള്ളറ്റ് മാത്രമാണുള്ളത്. ഹീറോ ഗണ്ണ് അവൻ്റെ നെറ്റിക്ക് നേരെ പിടിക്കും. അവനാണെങ്കിൽ പേടിച്ച് വിറച്ചായിരിക്കും നിൽക്കുന്നത്. അന്നേരം ഹീറോയുടെ ഉള്ളിലെ മറ്റൊരു പേഴ്സണാലിറ്റി ഹീറോയോട് ചോദിക്കും, നീ അവനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നീ അവനുമായിട്ട് എന്ത് വ്യത്യാസമുള്ളത്? അതിന് ഹീറോ തന്നെ പറയും, ഞാനും മനുഷ്യനാണ്, അവനും മനുഷ്യനാണ്, പിന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? എന്നിട്ട് ഒരൊറ്റ പൊട്ടിക്കലായിരിക്കും ആ ഷോട്ട് കൊണ്ട് യാങ് അവിടെ മരിച്ചു വീഴും. എന്നാലും ഹീറോയുടെ ബോഡിയിലും ഇഷ്ടംപോലെ ബുള്ളറ്റുകളുണ്ട്. ഹീറോക്ക് മരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹീറോയും താഴെ വീണ് മരിക്കും. ഷോൺ ഇതും കണ്ട് പേടിച്ച് വിറച്ച് ആ പയ്യനെ പോലെ കരയായിരിക്കും. അന്നേരമാണ് അവന് മറ്റൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്.
ഒരു സ്ത്രീ അവൾ വന്ന് അവനോട് പറയും, നീ പെട്ടെന്ന് തന്നെ കാമുകിയെ വിളിക്കുക. അവൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേൽക്കും. അവനൊരൊറ്റ ബുള്ളറ്റ് മാത്രമേ കൊണ്ടിട്ടുള്ളൂ. അവൻ എഴുന്നേറ്റ് ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന അവൻ്റെ ഗണ്ണെടുത്ത് തുടച്ച് മാറ്റിയിട്ട് അവൻ്റെ കീശയിൽ വെക്കും. എന്നിട്ട് കാമുകിയെ വിളിച്ച് പറയും, നീ പെട്ടെന്ന് തന്നെ മാൻലി ബിൽഡിങ്ങിലേക്ക് വാ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. അങ്ങനെ ഹീറോ മരിച്ചു കിടക്കുന്നത് കാണിച്ചുകൊണ്ട് മാഡ് മാൻ എന്ന സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഹീറോയ്ക്ക് പേഴ്സണാലിറ്റി കാണാൻ പറ്റും എന്നുള്ളത് തന്നെ വ്യത്യസ്തമായിട്ട് തോന്നി. പക്ഷെ അതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് സിനിമയിൽ കാണിക്കുന്നില്ല. എന്നിരുന്നാലും സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടാത്തവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക. മറക്കരുത്, കമൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കരയും. ഞാൻ അങ്ങനെ കൊച്ചു മനസ്സാണ്. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.